സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ അംബിയാഇ ഇമാമാ. അംബിയാക്കൾക്ക് ഇമാമായിട്ട് 2 റക്അത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചു. അംബിയാക്കൾ മുഴുവനും ഹബീബിന്റെ പിറകിൽ നിന്ന് നിസ്കരിച്ചു. ആ നിസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി 2 കപ്പ് കൊണ്ടുവന്നു. ഒന്നിൽ പാലായിരുന്നു, മറ്റൊന്നിൽ വീഞ്ഞായിരുന്നു, മദ്യമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പാല് തെരഞ്ഞെടുത്തു. ഫഖാല ജിബ്രീലു ഇഖ്തറതൽ ഫിത്ര. മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നബി തങ്ങൾക്ക് സമ്മാനമായി കുടിക്കാൻ വേണ്ടി കൊടുത്ത കള്ളും പാലും സമ്മാനമായി നൽകിയപ്പോൾ നബി തങ്ങൾ തെരഞ്ഞെടുത്തത് പാലായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, അങ്ങ് തെരഞ്ഞെടുത്തത് മനുഷ്യ പ്രകൃതത്തോട് യോജിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന പാനീയമാണ്. അങ്ങ് മദ്യമാണ് തെരഞ്ഞെടുത്തതെങ്കിൽ അങ്ങയുടെ സമുദായം, അങ്ങയുടെ ഉമ്മത്ത് മദ്യപാനികളായി, കള്ളുകുടിയന്മാരായി, അള്ളാഹു നൽകിയ സവിശേഷമായ ബുദ്ധിയും ചിന്തയും നശിപ്പിക്കുന്നവരായി മാറിപ്പോയേനെ. അതുകൊണ്ട് നബിയെ, ഇഖ്തറതൽ ഫിത്ര, നിങ്ങൾ ഫിത്രയാണ് തെരഞ്ഞെടുത്തത് എന്ന് ഹബീബിനോട് അഖ്സയുടെ മുമ്പിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മദ്യപാനം ശീലമാക്കുന്ന ആളുകൾ അഖ്സയുടെ ചരിത്രം കേൾക്കുമ്പോഴേക്കും നിർത്തിവെക്കണേ, അള്ളാഹു നമ്മളോട് പാടില്ലെന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ നസ്സുൻ സ്വരീഹാണ്. മദ്യപാനം ഹറാമാണ്, മയക്കുമരുന്നുകളും മനുഷ്യനെ ലഹരി പിടിപ്പിക്കുന്നതെല്ലാം നിഷിദ്ധമാണെന്ന്. ആ ഒരു ചിന്തയെ, അഖ്സയെ പറ്റിയുള്ള ഈ ചർച്ചയിൽ നമ്മൾ ഒന്നുകൂടെ പുതുക്കുക. ആ പുണ്യമായ നഗരിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന മസ്ജിദുൽ അഖ്സ, അർളുൽ മഹ്ശരി വൽ മൻശർ. അവിടെയാണ് ഹിസാബ് നടക്കുന്നത്, അവിടെയാണ് വിചാരണ നടക്കുന്നത്. ഫസാദുശ്ശാം ഫസാദുദ്ദുന്യാ. മസ്ജിദുൽ അഖ്സയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ യസാലുല്ലാഹു യഗ്രിസു ഫീ ഹാദദ്ദീനി ഗർസൻ യസ്തഅമിലുഹും ഫീഹി ബിതഅതിഹി ഇലാ യൗമിൽ ഖിയാമ. ലോകാവസാനം വരെ ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാനും അവൻ അനുസരിക്കാനും വേണ്ടി ഒരു വിഭാഗം ആളുകളെ തയ്യാറ് ചെയ്യുന്നുണ്ട്. അവർ ലോകാവസാനം വരെ നേർവഴിയിൽ തന്നെ നിലകൊള്ളുക തന്നെ ചെയ്യും. യഗ്രിസു ഫീ ഹാദദ്ദീനി ഗർസാ. അഖ്സായുടെ മോചനത്തിന് വേണ്ടി പിഞ്ചു മക്കൾ അവിടെ പോരാടുന്നുണ്ട്. ശത്രുക്കൾക്കെതിരെ തോക്ക് പിടിച്ച് നിറയൊഴിക്കുന്ന ജൂതസേനക്കെതിരെ കൊച്ചു കല്ലുകളുമായി പിഞ്ചു ബാലന്മാർ, ബാലികമാർ, പ്രായമുള്ള ആളുകൾ, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ധർമ്മസമരവീഥിയിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മാ യസാലുല്ലാഹു യഗ്രിസു ഫീ ഹാദദ്ദീനി ഗർസാ. നമ്മൾ അറിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് അല്ലാഹു നിശ്ചയിച്ച ചില പ്ലാനുകളുണ്ട്. ഇന്ത്യയുടെ ഇന്നത്തെ ചുറ്റുപാടുകളടക്കം ബർമയിലും കശ്മീരിലും ചെച്നിയയിലും ബോസ്നിയയിലും അങ്ങ് ഇറാഖിലും ലിബിയയിലും ഈജിപ്തിലും ഫലസ്തീനിലും നടക്കുന്ന സർവ്വ വിഷയങ്ങളും മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ സംഭവ വികാസങ്ങളെല്ലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ദീർഘദർശനം ചെയ്തോ ആ വഴിയിലൂടെയാണ് കാര്യങ്ങൾ ഇന്ന് നീങ്ങുന്നത് എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. മസ്ജിദുൽ അഖ്സയിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അഖ്സ മോചനം നടക്കേണ്ടത് അനിവാര്യമാണ്. അഖ്സ മുസ്ലിമീങ്ങളുടെ പള്ളിയാണ്, ഹബീബ് നിസ്കരിച്ച പള്ളിയാണ്. ഏകദൈവ വിശ്വാസത്തിന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം നിർമ്മിച്ച പള്ളിയാണത്. അത് നമ്മുടെ ആദ്യത്തെ ഖിബ്ലയാണ്. അവിടെ ചെല്ലുന്ന ഒരാൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിസ്കരിക്കാൻ ഒരാൾക്ക് ഭാഗ്യം ചെയ്താൽ, ഖറജ മിൻഹു, ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വഖദ് മുഹിയത് ഖതായാ, അവന്റെ സർവമാന പാപങ്ങളും കഴുകി ശുദ്ധിയാക്കപ്പെടും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പാപങ്ങൾ കഴുകി ശുദ്ധിയാവേണ്ടതുണ്ട്. മസ്ജിദുൽ അഖ്സയിൽ അല്ലാഹുവിന്റെ വാങ്കുൽ ഉയരേണ്ടതുണ്ട്, അത് ഉയർന്നുകൊണ്ടിരിക്കേണ്ടതുണ്ട് ലോകാവസാനം വരെ. എന്നാൽ കാലാകാലങ്ങളിൽ അത് ശത്രുക്കൾ പിടിച്ചടക്കുമെന്നും, എന്നാണോ അവിടെ ശാശ്വതമായ ഒരു വിജയം ഈ ഉമ്മത്തിനുണ്ടാകുന്നത്, അന്ന് ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ ഏറ്റവും അവസാനത്തേതും ഈസ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നടക്കുന്നതുമായ
അഖ്സയുടെ മോചനത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധവും അവിടെ നടക്കാനുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഖ്സയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ട് പ്രഗത്ഭ വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ മുഖ്യമായും ഇന്ന് ചർച്ചക്കെടുക്കുന്നത്. അതിലിടയിൽ വേറെയും ഇസ്ലാമിക ചരിത്രത്തിലെ ധീര പോരാളികളെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അറിയണം, മുത്തുനബി തങ്ങൾ പറയുമായിരുന്നു, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ യബ്അസു അലാ റഅസി കുല്ലി മിഅതി സനതിൻ മൻ യുജദ്ദിദു ലിൽ ഉമ്മതി അംറ ദീനിഹാ. ഇന്നല്ലാഹ യബ്അസു അലാ റഅസി കുല്ലി മിഅതി സന, ഓരോ 100 വർഷമാകുമ്പോഴും ഇന്നല്ലാഹ യബ്അസു അലാ റഅസി കുല്ലി മിഅതി സന, ഓരോ 100 വർഷം കഴിയുമ്പോഴും ഈ ഉമ്മത്തിന് നവോത്ഥാനം നടത്തുന്ന ആളുകളെ അല്ലാഹു അയച്ചുകൊണ്ടിരിക്കുന്നു. മൻ യുജദ്ദിദു ലിൽ ഉമ്മതി അംറ ദീനിഹാ, ഈ ഉമ്മത്തിന്റെ ദീനിന്റെ വിഷയങ്ങളിൽ അവർക്ക് നവോത്ഥാനം നൽകാൻ, ഉറങ്ങുന്നവരെ ഉണർത്താൻ, അനാവശ്യങ്ങൾ ഈ ദീനിലേക്ക് കടന്നുകൂടുമ്പോൾ അതിനെ തഹരീഫുൽ ഗാലീൻ, അതിനെ തുടച്ചു മാറ്റാൻ വേണ്ടി മുജദ്ദിദുകൾ കടന്നു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പറഞ്ഞു. അല്ലാഹു തആല മൻ യുജദ്ദിദു ലിൽ ഉമ്മതി അംറ ദീനിഹാ. അങ്ങനെ മുജദ്ദിദീങ്ങളിൽ മഹാനായ സൈനുൽ ഉലമ പറയുമായിരുന്നു, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്ത് കേരളീയ സമൂഹത്തിൽ ഓരോരോ നാട്ടിലേക്ക് അള്ളാഹു മുജദ്ദിദീങ്ങളെ നിയോഗിക്കുമെങ്കിൽ കേരളീയ സമൂഹത്തിൽ കഴിഞ്ഞ മുജദ്ദിദാണ് മഹാനായ മർഹൂം ശംസുൽ ഉലമ എന്ന് മഹാനായ സൈനുൽ ഉലമ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് ഓർക്കുന്നു. ഓരോ കാലഘട്ടത്തിലും വന്നിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അങ്ങനെ വന്നൊരു മുജദ്ദിദായിരുന്നു. എന്നാൽ ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ലോകത്തേക്ക് വന്ന 2 മുജദ്ദിദുമാരുണ്ടെന്ന് ചരിത്ര പണ്ഡിതന്മാർ ഏകോപിക്കുന്നു. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ വന്ന, ഹിജ്റയുടെ 6-ാമത്തെ നൂറ്റാണ്ടിൽ കടന്നു വന്ന 2 മുജദ്ദിദുമാരാണ്. ഒന്ന് നൂറുദ്ദീൻ മഹ്മൂദ് സങ്കിയും അവരുടെ ശിഷ്യനായ സ്വലാഹുദ്ദീൻ അയ്യൂബിയും. ഇവർ രണ്ടുപേരും 6-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദുമാരെന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം കുരിശിയോദ്ധാക്കൾ എന്നറിയപ്പെടുന്ന മസ്ജിദുൽ അഖ്സയെ പിടിച്ചു വെക്കാനും അവിടുത്തെ മുസ്ലിമീങ്ങളെ കശാപ്പ് ചെയ്യാനും കടന്നു വന്ന റോമൻ യൂറോപ്യൻ സൈന്യത്തെ തുരത്തി ഓടിച്ച ചരിത്രത്തിൽ അവസാനം ഏറ്റവും വലിയ പ്രൗഢമായ വിജയമുണ്ടായ മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കിയും അവരുടെ ശിഷ്യനാണ് ലോകപ്രസിദ്ധനായ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിമാ. ഈ പരിശുദ്ധമായ റബീഉൽ ആഖിർ ഇതുപോലെ ഒരു മാസത്തിലാണ് അഖ്സയെ ഈ 2 മുജദ്ദിദുമാർ മോചിപ്പിച്ചത് എന്ന പരമമായ സത്യമാണ് നമ്മൾ ഇവിടെ അയവിറക്കുന്നത്. അതിനു മുമ്പ് അഖ്സയുടെ മോചനത്തിന് വന്ന, അഖ്സയെ പിടിച്ചടക്കാൻ കടന്നു വന്ന ശത്രുക്കളെ തുരത്തിയോടിച്ച, ഏറ്റവും പ്രഗത്ഭരായ ധീരത കാണിച്ച, ഇസ്ലാമിക ലോകത്ത് ഏറ്റവും അനൽപമായ ഈമാനിക പ്രഭയിൽ ഈ ഉമ്മത്തിനെ നയിച്ച ഏതാനും നേതാക്കന്മാരെ കൂടെ നമുക്കറിയണം. അതിൽ ആദ്യം പറയേണ്ടത് നബിയുടെ സ്വഹാബിയായ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സൈഫുല്ലാഹി ഖാലിദ് ബിനുൽ വലീദ്. മഹാനവറുടെ കാലം, ഖാലിദ് ബിൻ വലീദ് തങ്ങളുടെ കാലം മഅറക്കത്തുൽ ഫറാൽ എന്ന് പറയുന്ന യുദ്ധം നടക്കുന്നു. കുഫറിന്റെ സൈന്യം പേർഷ്യക്കാരും റോമക്കാരും അറബികളായിരുന്ന ക്രിസ്ത്യാനികളും മുഴുവനും മഹാനവറുകൾക്കെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ അഖ്സയെ പിടിച്ചടക്കാൻ വേണ്ടി ഒരു യുദ്ധക്കളത്തിൽ ഇറങ്ങിയ യുദ്ധമാണ് മഅറക്കത്തുൽ ഫറാൽ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് പടപൊരുതാനെന്ന് വന്ന സൈന്യം 1,50,000. ആ 1,50,000-ൽ
1,00,000 പേരെ തുരത്തിയോടിച്ച മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ശേഷിച്ച 50,000 ആളുകളെ ബന്ദികളാക്കി പിടിക്കുകയും ചെയ്ത ആദ്യത്തെ പടയോട്ടം അവിടെ കാഴ്ചവെച്ചത് റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിയാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവാണ്. രണ്ടാമത്തേത് ഖാലിദ് ബിൻ വലീദ് തങ്ങളുടേത് തന്നെ. കുരിശി യോദ്ധാക്കളായി കടന്നു വന്ന യൗമുൽ മൗഖിഅ എന്നറിയപ്പെടുന്ന ഒരു യുദ്ധം, അത് റജബ് 15-നാണ് നടക്കുന്നത്.